നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 12 തിങ്കൾ. അതിർത്തി ശാന്തം. അമേരിക്ക ഇടപെട്ടോ? പഹൽഗാം ഭീകരരെ വിട്ടുകിട്ടുമോ? ഇന്റലിജൻസ് വീഴ്ചയിൽ നടപടി എന്ത്? ഉഭയകക്ഷി കരാറുകളുടെ ഭാവി എന്ത്? ചോദ്യമുനയിൽ കേന്ദ്രം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ജമ്മുവിലെ പൂഞ്ചിൽ തിരിച്ചെത്തിയ കുടുംബം. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതോടെ അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക്. ശനിയാഴ്ച രാത്രി മുതൽ വെടിയൊച്ച നിലച്ച മട്ടാണ്. വീട് വിട്ട് ദൂരസ്ഥലങ്ങളിൽ അഭയം തേടിയ കുടുംബങ്ങൾ തിരികെ ഗ്രാമങ്ങളിലേക്കെത്തി. ദിവസങ്ങൾ നീണ്ട സംഘർഷം അടങ്ങിയതോടെ രാജ്യത്തോട് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. വെടിനിർത്തലിന് മൂന്നാം കക്ഷി ഇടപെട്ടിരുന്നോ എന്നതാണ് ആദ്യ ചോദ്യം. വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇതിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. ചർച്ചകൾക്ക് പുറമെ അമേരിക്കയെ മൂന്നാം കക്ഷിയാക്കി കേന്ദ്ര സർക്കാർ മധ്യസ്ഥത തേടിയോ എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. സൈനിക തലത്തിൽ നടത്തിയ ചർച്ചകളിലാണ് ധാരണ ഉണ്ടായതെന്ന് പറയുന്നെങ്കിലും ട്രംപ് റോൾ സർക്കാർ നിഷേധിച്ചിട്ടില്ല. സുദീർഘ ചർച്ചകളിലൂടെ സമാധാനം ഉറപ്പാക്കിയത് തങ്ങളാണെന്ന അമേരിക്കയുടെ അവകാശവാദത്തിന് മറുപടിയില്ല. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന ട്രംപിന്റെ പുതിയ വീമ്പിളക്കലിനെ ചോദ്യം ചെയ്യാനും തയ്യാറായിട്ടില്ല. കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിനോടുള്ള പരസ്യ വെല്ലുവിളിയാണ് ട്രംപിൻ്റെതെന്ന വിമർശനമാണ് ഉയരുന്നത്. ട്രംപിന്റെ അവകാശവാദം മോദി വിശദീകരിക്കണം. മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഉഭയകക്ഷി ചർച്ചയെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നിലെ മധ്യസ്ഥൻ താനാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന സൃഷ്ടിച്ച വലിയ ആശയക്കുഴപ്പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ആവശ്യപ്പെട്ടു. അഗർത്തലയിൽ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതൊരു വ്യക്തിയുടെയോ രാഷ്ട്രത്തിൻ്റെയോ ഇടപെടൽ ഇല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടത്. ഈ സമീപനമാണ് ഇന്ത്യ പിന്തുടർന്നത്. വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ ഇത് കാരണമാകും. വെടിനിർത്തൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ ബന്ധം ശക്തമാകാൻ സഹായകമാകണം. പഹൽഗാമിൽ ആരും കൊല നടത്തിയ ഭീകരർ പാക് അധീന കാശ്മീരിലേക്കോ പാകിസ്ഥാനിലേക്കോ രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത. അവരെ പിടികൂടി ഇന്ത്യയിൽ വിചാരണ നടത്തി ശിക്ഷിക്കണം. മിസ്രിയെ ആക്രമിച്ച് സംഘപരിവാർ. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ സ്വകാര്യമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ച വിവരം ഇന്ത്യ സർക്കാരിനു വേണ്ടി ജനങ്ങളെ അറിയിച്ച വിദേശ സെക്രട്ടറി വിക്രം മിസ്രിക്കും മകൾക്കും നേരെ വ്യാപക സൈബർ ആക്രമണം. രാജ്യദ്രോഹിയെന്നും വഞ്ചകനെന്നും വിളിച്ചുള്ള അധിക്ഷേപത്തിനു പുറമെ കുടുംബത്തിനു നേരെയും സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് ആക്രമണമുണ്ടായി. കാശ്മീരിൽ ഇടപെടും. ഇന്ത്യയും പാകിസ്ഥാനും താൽക്കാലിക വെടിനിർത്തലിന്റെ പിതൃത്വം ആവശ്യപ്പെട്ടതിന് പിന്നാലെ കാശ്മീർ പ്രശ്നത്തിലും ഇടപെടാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാശ്മീർ പ്രശ്നത്തിൽ 1000 വർഷങ്ങൾക്ക് ശേഷം ഒരു പരിഹാരം. ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങൾ മാത്രം. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 100 ഭീകരരെ കൊന്നു. 40 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഇന്ത്യൻ സായുധ സേനാ നേതൃത്വം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കവും ഉണ്ടായില്ല. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖലകളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടതോടെയാണ് പാക് സൈനിക താവളങ്ങളിൽ തിരിച്ചടി നൽകിയത്. എയർ മാർഷൽ AK ഭാരതി, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഡ്രഡ്ജ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്, വൈസ് അഡ്മിറൽ AN പ്രമോദ്, മേജർ ജനറൽ SS ശാരദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റഷ്യ ഉക്രൈൻ ചർച്ച 15-ന് ഇസ്തംബൂളിൽ. സമാധാന ചർച്ചയ്ക്ക് പുടിൻ്റെ ക്ഷണം സ്വീകരിച്ച് സെലൻസ്കി. ബംഗ്ലാദേശിൽ അവാമി ലീഗിന് നിരോധനം. ഷെയ്ഖ് ഹസീന.
LDF റാലി തുടരും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച് LDF ജില്ലാ റാലികൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തുമെന്ന് കൺവീനർ ടി. പി. രാമകൃഷ്ണൻ അറിയിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണദണ്ഡ് കിട്ടി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ 13 പവന്റെ ദണ്ഡ് ക്ഷേത്രവളപ്പിലെ മണൽപ്പരപ്പിൽ നിന്ന് കണ്ടുകിട്ടി. ഓക്കെ. കോവിഡ് മരണം. കേരളത്തിന്റെ കണക്ക് കൃത്യം. കോവിഡ് മരണങ്ങൾ രാജ്യത്ത് ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് സിവിൽ രജിസ്ട്രേഷൻ വിഭാഗം പുറത്തിറക്കിയ വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട്. കേരളത്തിൽ 65,655 മരണമുണ്ടായി എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 44,721 1.5% മാത്രമാണ് വ്യത്യാസം. ഔദ്യോഗിക കണക്ക് പ്രകാരം രാജ്യത്ത് 2019 25.8 ലക്ഷം മരണം കൂടുതലാണ്. ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 3.3 ലക്ഷവും. ആത്യന്തിക വിജയം സത്യത്തിനായിരിക്കുമെന്നതിൻ്റെ തെളിവാണ് റിപ്പോർട്ട്. കോവിഡ് മരണങ്ങൾ സാങ്കേതികത്വത്തിൽ കുരുങ്ങി റിപ്പോർട്ട് ചെയ്യാതെ പോകരുതെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായ മാനദണ്ഡം രൂപീകരിച്ചു. കോൺഗ്രസിൽ ഉപജാപക സംഘം. സണ്ണി ജോസഫും ഇരയെന്ന് ആന്റണി. കോൺഗ്രസിൽ തനിക്കെതിരെ പ്രവർത്തിച്ച ഉപജാപക സംഘം നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ലക്ഷ്യമിടുകയാണെന്ന് ആന്റണി MP ഫേസ്ബുക്കിലെ കുറിപ്പിൽ കോൺഗ്രസിലെ ഉന്നത നേതാക്കളെ പേര് പറയാതെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറിപ്പിന്റെ ചുരുക്കം: എന്നെ ആക്രമിച്ചതിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ അടങ്ങിയിട്ടില്ല. സണ്ണി ജോസഫിനെയും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. സണ്ണി ജോസഫിന്റെ KPCC പ്രസിഡന്റായുള്ള കടന്നുവരവ് ഉപജാതക വൃന്ദം ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല. ദുർബലമായ കോൺഗ്രസിൽ സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല. ശക്തമായ കോൺഗ്രസിൽ പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനം. സുധാകരനെ അനുകൂലിച്ച് വീണ്ടും പോസ്റ്റർ. കണ്ണൂരിൽ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ രാജിവെച്ചതിന് പിന്നാലെ ഞായറാഴ്ച സുധാകരനെ അനുകൂലിച്ച് പാലക്കാട്ട് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. പദവിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും സുധാകരൻ തന്നെ രാജാവ് എന്നെഴുതിയ പോസ്റ്റർ സേവ് കോൺഗ്രസിന്റെ പേരിലാണ് കോട്ട മൈതാനത്ത് പതിച്ചത്. ജയന്തും ലിജിയും യൂദാസുമാർ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വെട്ടാൻ ജയന്തും ലിജിയും ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി സുധാകരൻ അനുകൂലികൾ. KPCC പ്രസിഡന്റിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായിരുന്ന ജയന്തും ജനറൽ സെക്രട്ടറി ലിജിയും ഒപ്പം നിന്ന് കാലുവാരി എന്ന വികാരമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവർ പങ്കുവയ്ക്കുന്നത്. MM ഹസനെ അപമാനിച്ച് ഇറക്കി വിട്ടെന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ പാർട്ടി നേതൃത്വം വിസ്മരിച്ചതിന് തിരിച്ചടിയുണ്ടാകുമെന്നും മുസ്ലിം സംഘടനകളുടെ പ്രതികരണം. MM ഹസനെ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അപമാനിച്ച് ഇറക്കിവിട്ടെന്ന് മുസ്ലിം സംഘടനകൾ. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ പാർട്ടി നേതൃത്വം വിസ്മരിച്ചതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും കൺവീനർ സംസ്ഥാനത്ത് നിന്നും മാറ്റിയ മറ്റൊരു നേതാവിന് പദവി നൽകിയപ്പോൾ ഹസനെ അവഗണിച്ചത് വേർതിരിവാണെന്നും തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ ചേർന്ന മുസ്ലിം സംഘടനാ യോഗം പറഞ്ഞു. PM ശ്രീ നിയമ പോരാട്ടത്തിൽ തമിഴ്നാടുമായി കൈകോർക്കും. വിവിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾ പ്രകാരം സംസ്ഥാനത്ത് ലഭിക്കേണ്ട തുക തടഞ്ഞുവെച്ചതിനെതിരെ തമിഴ്നാടുമായി ചേർന്ന് നിയമ പോരാട്ടത്തിന് കേരളം. PM ശ്രീ ധാരണാപത്രം ഒപ്പുവെച്ചില്ലെന്ന കാരണത്താൽ 1527 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നത്. യോജിച്ച നിയമ നടപടിക്ക് തമിഴ്നാട് സർക്കാരുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി B. ശിവൻകുട്ടി 2 തവണ ഫോണിൽ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി ആശയവിനിമയം നടത്തി. കേരളത്തിൽ വ്യവസായ പെരുമഴ. വെള്ളാപ്പള്ളി. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ വ്യവസായ പെരുമഴയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സാമൂഹ്യനീതിയുടെ സമവാക്യം പറയുമ്പോൾ തന്നെ വർഗീയവാദിയെ ആയി ചിത്രീകരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഈഴവർ അന്യം നിന്ന അവസ്ഥയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുരക്ഷിതരായെത്തി. മാഞ്ഞു യുദ്ധഭീതി. തൃശൂർ, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുവരാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത്. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ സ്നേഹ, സനൽ, അൻസാഫ്. ആക്രമിക്കാനായി പറന്നു വരുന്ന ഡ്രോണുകൾ ലക്ഷ്യത്തിലേക്ക് അടുക്കും മുമ്പേ നമ്മുടെ സൈനികർ വെടിവെച്ചിട്ടു.
പഞ്ചാബ് കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി അൻസാഫിന്റെ വാക്കുകളിൽ യുദ്ധഭീതിയുണ്ടെങ്കിലും നാട്ടിലെത്താനായതിന്റെ ആശ്വാസം. അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് പഞ്ചാബിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് മടങ്ങിയെത്തിയതാണ് അൻസാഫ് ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ കേരള ഹൗസിൽ താമസവും ഭക്ഷണവും ഒരുക്കി. വിവിധ മലയാളി സംഘടനകളും SFIയും സഹായം നൽകി. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, ജോൺ ബ്രിട്ടാസ് MP എന്നിവരെത്തി എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കി. മാധ്യമങ്ങൾ പറയുന്നത്രയില്ല. ചണ്ഡീഗഡിൽ മാധ്യമങ്ങൾ പറയുന്നത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് ചണ്ഡീഗഡ് സർവകലാശാല വിദ്യാർത്ഥിനി സ്നേഹ പറഞ്ഞു. സർവകലാശാല ക്യാമ്പസിന് തൊട്ടടുത്താണ് രാജ്യാന്തര അതിർത്തി. പണം വാങ്ങി മയക്കുമരുന്ന് കേസ് ഒതുക്കിയതിൽ സിദ്ദിഖ് MLAയുടെ മുൻ ഗൺമാനെതിരെ നടപടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ അയാളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയ സംഭവം പണം വാങ്ങി ഒതുക്കിയെന്ന പരാതിയിൽ വയനാട്ടിലെ MLA സിദ്ദിഖിന്റെ മുൻ ഗൺമാന് സ്മിത്വിനെതിരെ വകുപ്പുതല നടപടി. ദേശാഭിമാനി എഡിറ്റോറിയൽ. സമാധാനം പുലരട്ടെ. സംഘർഷ ഭൂമികളിൽ മനുഷ്യസ്നേഹികളായ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വാക്ക്, എല്ലാവരുടെയും ഏക വിചാരം സമാധാനം എന്നതാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന ആശങ്കയുടെ മുൾമുനയിൽ ആയിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെ മുഴുവൻ മനുഷ്യസ്നേഹികളും ഒടുവിൽ ആ ആശങ്കയ്ക്ക് താൽക്കാലികമായെങ്കിലും വിരാമമായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 4 നാൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ വെടിനിർത്തലുണ്ടായിരിക്കുന്നു. രക്തം കൊണ്ടും കണ്ണീരുകൊണ്ടും അശാന്തിയും സംഘർഷവും പടർത്താൻ ശ്രമിക്കുന്ന ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും ഒഴികെ എല്ലാവരും കേൾക്കാൻ കൊതിച്ച പ്രഖ്യാപനം. 2 ആണവ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലായിരുന്നു ലോകമാകെ തന്നെയും. ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ചും സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസം പകരുന്നതാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. യുദ്ധം വേണ്ട എന്ന് മാർപ്പാപ്പയും യുദ്ധത്തിൻ്റെ കെടുതികൾ തൊട്ടപ്പുറത്തും. നല്ലൊരു പിക്ചറാണത്. ട്രംപ് റോൾ വിവാദത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാടിന് വിരുദ്ധം. 3ാം കക്ഷിയുടെ ഇടപെടലിൽ പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ ശക്തമായ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷം. കാശ്മീർ വിഷയം പരിഹരിക്കാൻ ഇടപെടാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ പതിറ്റാണ്ടുകളായി പിന്തുടർന്ന നയതന്ത്ര നിലപാടുകൾക്ക് വിരുദ്ധം. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ച് SFI. ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികൾ സുർജിത് ഭവനിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M സജി അടക്കമുള്ള നേതാക്കൾക്കൊപ്പം യാത്രാ സൗകര്യവും താമസവും ഭക്ഷണവും ഒരുക്കി. യുദ്ധഭീതിയെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയ അവസാന ബാച്ച് വിദ്യാർത്ഥികളെയും ഞായറാഴ്ച സുരക്ഷിതമായി നാട്ടിലേക്ക് അയച്ച് SFI. സുധാകരന് പിന്തുണ. സതീശിനെയും വേണുഗോപാലിനെയും മാറ്റണമെന്ന് പോസ്റ്റർ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ. വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് പോരും മുറുകും. പാലക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സുധാകരനെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ. പരിഷത്ത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു. മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധം വളർത്തണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിൽ രാധാകൃഷ്ണൻ MP സംസാരിക്കുന്നു.